സാർ, ന്യൂനപക്ഷങ്ങളുടെ സേവനം ന്യൂനപക്ഷ മുൻവർഷത്തെ അപേക്ഷിച്ച് 15.99% വർധനയോടുകൂടി ന്യൂനപക്ഷ ക്ഷേമത്തിനായി 94.69 കോടി രൂപ വൈകുന്നു. കേന്ദ്ര സർക്കാർ 2022-23 മുതൽ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് നിർത്തലാക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഗവേഷണ സാധ്യതകൾ പ്രതികൂലമായി ബാധിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ 25-26 സംസ്ഥാന സർക്കാർ സംസ്ഥാന തലത്തിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പദ്ധതി തുടരുന്നതിന് 11 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദേശ സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. വിദേശത്തുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ അവരുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകും. പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഈ വർഷം 4 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, സമർത്ഥരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികളും സിവിൽ സർവീസ് വിദ്യാർത്ഥികളും നൽകുന്ന ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിൻ്റെ വിഹിതം 8 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ന്യൂനപക്ഷ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള വിഹിതം 27 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിവാഹമോചിത വിധവ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായിട്ടുള്ള ഇമ്പിച്ചി ബാവ ഭവന പദ്ധതിക്ക് 5 കോടി രൂപയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിക്ക് 5 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമം പദ്ധതിയുടെ വിഹിതമായി 16 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 24 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സാർ, കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന് ഓഹരി മൂലധനമായിട്ട് 12 കോടി വകയിരുത്തുന്നു. സാർ, 1-ാം തരം മുതൽ 8 വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിന് മാർഗ്ഗദീപം പദ്ധതിക്കായിട്ട് 22 കോടി നൽകുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം. സാർ, മുന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഭാഗത്തിന് വിദ്യാഭ്യാസം, ഉപജീവനം, സ്വയം തൊഴിൽ എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന മുന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ 39.77 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, സെക്രട്ടേറിയറ്റ് സർവീസുകൾ ഓരോ മേഖലയിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിന് 2.27, ജില്ലാ ആസൂത്രണ സമിതി കെട്ടിടങ്ങൾ 13.4, സർവേകൾ പഠനം പ്ലാൻ മോണിറ്ററിംഗ് പദ്ധതിക്ക് 9.15 കോടി മാറ്റിവെക്കുന്നു. സാർ, പോലീസ്. രാജ്യത്തെ ഏറ്റവും മികച്ച മാനേജ്മെൻറ്റ് സംവിധാനമുള്ള പോലീസ് സേനകളിലൊന്നാണ് എന്ന ഖ്യാതി കേരള പോലീസിനുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ് വകുപ്പ് സാങ്കേതിക പുരോഗതി, കമ്മ്യൂണിറ്റി പോലീസിംഗ്, സൈബർ കുറ്റകൃത്യ അന്വേഷണം, അടിസ്ഥാന സൗകര്യ നവീകരണം എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള പോലീസ് പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കും. വിവിധ പദ്ധതികൾക്കായിട്ട് ഈ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ട് 155.80 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുള്ള അതിനകത്ത് എൻ്റെ ഭൂമി സർവേ ഉൾപ്പെടെയുള്ള സർവേ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 26.8 കോടി രൂപ വകയിരുത്തുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന് ടെംപ്ലേറ്റ് അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ, പഴയ രജിസ്റ്റർ ചെയ്ത രേഖകളുടെ സംരക്ഷണം, രജിസ്ട്രേഷൻ തുടങ്ങി വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. 68 മുതലുള്ള പഴയ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ സ്കാനിങ് നടപടി പൂർത്തിയായി. പണരഹിത പണമടയ്ക്കൽ പ്രക്രിയ അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. ഈ സ്റ്റാമ്പ് സൗകര്യം തുടങ്ങി ധാരാളം കാര്യങ്ങൾ നടക്കുന്ന ഈ വകുപ്പിന് 32 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭരണനിർവഹണങ്ങളിലൊന്നാണ് കേരള റവന്യൂ വകുപ്പ്. ഭൂഭരണം, ദുരന്ത നിവാരണം, പൗരസേവന വിതരണം എന്നിവ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നിവ ഉറപ്പുവരുത്തുകയാണ് വകുപ്പിൻ്റെ സുപ്രധാന ലക്ഷ്യം. സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നതിനായി 1666 വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. റവന്യൂ വകുപ്പിൻ്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും പ്രചരിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നിരീക്ഷിക്കുന്നതിനുമായി ഈ ബജറ്റ് ഉൾപ്പെടുത്തി ഒരു റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ ആരംഭിക്കുന്നതാണ്. റവന്യൂ വകുപ്പിനായി 95.85 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഭക്ഷ്യഭദ്രതയും പൊതുവിതരണ സമ്പ്രദായവും. ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദവും മികച്ചതുമായ പൊതുവിതരണ സമ്പ്രദായങ്ങളിലൊന്നാണ് കേരളത്തിനുള്ളത്. യൂണിവേഴ്സൽ റേഷനിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്ന സംസ്ഥാനം മുൻനിര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നിലവിൽ മുൻഗണനാ കാർഡ് ഉടമകൾ ഉൾപ്പെടെ 94.92 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ സംവിധാനം ലഭ്യമാക്കിയിരുന്നു. NFSAയുടെ കീഴിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെപ്പോലും റേഷൻ വിതരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വിദൂര പട്ടികവർഗ സങ്കേതങ്ങൾ, തീരപ്രദേശങ്ങൾ, വിദൂര പ്രദേശങ്ങൾ, പ്രതീക്ഷാ സ്ഥലങ്ങൾ എന്നിവ നേരിട്ട് മൊബൈൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു. സാർ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് വിപണി ഇടപെടലിനുള്ള പദ്ധതിയേതര വിവരം ഉൾപ്പെടെ ആകെ 2363.64 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാളും 267.24 കോടി രൂപ അധികമാണ്. ഇതിനു പുറമെ സഹകരണ മേഖലയ്ക്ക് കീഴിൽ കൺസ്യൂമർ ഫെഡ് വഴി 75 കോടി രൂപയും വിപണി ഇടപെടലിനായിട്ട് വകയിരുത്തുന്നു. സാർ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, അരി, ആട്ട, പഞ്ചസാര എന്നിവ ഉൾപ്പെടെ 13 അവശ്യ സാധനങ്ങൾ 50% വരെ വിലക്കുറവിൽ നൽകിക്കൊണ്ട് പൊതുവിപണിയിൽ വില നിലവാരം നിയന്ത്രിക്കുന്നതിന് സപ്ലൈകോ ഇടപെടുന്നുണ്ട്. 2026-27 കാലയളവിൽ 100 സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. സപ്ലൈകോ ഔട്ട്ലെറ്റിൻ്റെ നവീകരണത്തിനും എൻ്റർപ്രൈസസ് പ്ലാനിങ്ങിനും വേണ്ടി 17.8 കോടി രൂപ വകയിരുത്തുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 95.55 കോടി രൂപ വകയിരുത്തുന്നു. സർ, KDISC കേരള ഡെവലപ്മെൻറ്റ്
ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. കേരള നോളജ് എക്കോണമി മിഷൻ പരിപാടി ഗണ്യമായ പുരോഗതി കൈവരിച്ചു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ പ്രയാണത്തെ നയിക്കുന്നതിന് ഒരു പൊതുപരിപാടിയാണ് വിജ്ഞാന കേരളം. KDISCിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ലിഥിയം, ടൈറ്റാനിയം ഓക്സൈഡ്, LTO ബാറ്ററി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് എല്ലാ സഹായവും നൽകുന്നതാണ്. ഇന്നൊവേഷൻ പ്രോഗ്രാമുകൾ, വിജ്ഞാന കേരളം പ്രോഗ്രാം എന്നിവ ഉൾപ്പെടെ KDISCിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരത്ത് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. വർഷങ്ങളായി വാടകക്കെട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. ധനകാര്യ വകുപ്പ്. സാർ, GSpark, UniSpark, ഗെയിൻ, PF 2.0 എന്നിവയുടെ പിന്തുണയ്ക്കായി പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന ധനകാര്യ വകുപ്പിൻ്റെ IT സോഫ്റ്റ്വെയർ വിഭാഗം ശക്തിപ്പെടുത്തൽ, ധനകാര്യ വകുപ്പിൻ്റെ ബജറ്റ് വിഭാഗം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് 5.4 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കിഫ്ബി. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വിസ്മയകരമായ പുരോഗതിയാണ് കിഫ്ബിയിലൂടെ സാധ്യമായത്. നാളിതുവരെ 96,554 കോടി രൂപയുടെ പദ്ധതി 1216 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിനും വ്യാവസായിക പാർക്കും ഉൾപ്പെടെ ഭൂമി എടുക്കുന്നതിനായിട്ട് 20,000 കോടി രൂപ കിഫ്ബിയിലൂടെ മാറ്റിവെച്ചു. 44,414 കോടി രൂപയുടെ 814 പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. 41,701 കോടി രൂപയുടെ 744 പദ്ധതികൾ കരാർ നൽകിയിട്ടുണ്ട്. 24,734 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു. വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. സാർ, നാളിതുവരെ 38,535 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചു. അതിൽ 28,036 കോടി രൂപയും ഈ സർക്കാരിൻ്റെ കാലത്താണ് സാർ ചെലവാക്കിയത്. GST വകുപ്പ്. സാർ, സംസ്ഥാന GST വകുപ്പിൻ്റെ സമീപകാല നാഴികക്കല്ലായ പരിഷ്കാരങ്ങൾ നികുതി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സംസ്ഥാന ഖജനാവിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. വിപുലമായ ഡാറ്റ വിശകലനത്തിലൂടെ GST വകുപ്പിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ നിർവഹണത്തിനും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയതീരുമാനത്തിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. GST വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 26.15 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് കേന്ദ്രീകരിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഫിനാൻസ് ടവർ GST വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ നിർമ്മിക്കുന്നതാണ്. അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായിരിക്കും. സാർ, GST സമ്പ്രദായം നിലവിൽ വന്നതോടെ നികുതി നിർവഹണ പ്രക്രിയ ആധുനിക സാങ്കേതികതയുടെയും വിവരവിശകലനത്തിൻ്റെയും ഡാറ്റ അനലിറ്റിക്സ് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻകാല ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പുനർവിന്യസിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിലവിലുള്ള പൊതു ആസ്തികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്തർ സംസ്ഥാന വ്യാപാര വിനിമയങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സാധിക്കും. സാർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ അവർ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വൺ ടൈം സഹായമായി 5 കോടി രൂപ ഉൾപ്പെടെ 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ GSTയെ സംബന്ധിച്ചുള്ള കോഴ്സ് എന്ന നിലയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. സാർ, സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 8.02 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, എക്സൈസ് വകുപ്പ്. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിമുക്തി മിഷൻ്റെ ഭാഗമായി നടത്തിവരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രിയിലും ഒപ്പം 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകളും റീജിയണൽ കൗൺസിലിംഗ് സെൻ്ററുകളും അടക്കമുണ്ട്. വിമുക്തി മിഷൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എക്സൈസ് വകുപ്പിനായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറി. സാർ, ജുഡീഷ്യറിയുടെ വിവിധ കോടതികളുടെ പ്രവർത്തനങ്ങളുടെ നിർമ്മാണം, ആധുനികവൽക്കരണം തുടങ്ങിയ പരിപാടികൾക്കായിട്ട് 24.65 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ ഓഫീസ് നിർമ്മാണങ്ങൾക്കായിട്ട് 76.41 കോടി രൂപ വകയിരുത്തുന്നു. നിയമസഭാ മ്യൂസിയത്തിലെ നിയമസഭാ സെക്രട്ടേറിയറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയമസഭാ മ്യൂസിയത്തിൽ EMS മണ്ഡപം സ്ഥാപിക്കുന്നതിനായിട്ട് 1.93 കോടി രൂപ ഉയർത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.